ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതല്ലേ, ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ടാവും ഞാൻ അവിടേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ മൊത്തത്തിൽ ട്രാജഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിന് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ അവസാന നിമിഷത്തിലാണ് അറിയുന്നത് ആ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ഇല്ല എന്നത്. എന്തോ എവിടെയോ കുറച്ച് ഭാഗം കിടക്കുന്നതുകൊണ്ട് തന്നെ ബസ്സിൽ കുറച്ച് സീറ്റ് മിച്ചുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ബസ് ബുക്ക് ചെയ്ത് മടിവാളിക്ക് കുറേ ബസ് വന്നു പോയെങ്കിലും എന്റെ ബസ് മാത്രം വന്നു. അവസാനം ഏകദേശം 1 മണിക്കൂർ ഡിലേ കഴിഞ്ഞ് എത്തിയിരിക്കും. അപ്പോൾ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ ഗുരുവായൂരപ്പന്റെ നടയിൽ. ഗുരുവായൂർ അറിയാത്ത ആരും തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഏകദേശം 10 വർഷത്തോളമായിട്ട് ഞാൻ അവിടെ പോയിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബസ്സിൽ കയറുമ്പോൾ തന്നെ എനിക്ക് വിശപ്പിന്റെ വിളി വരുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് ചില്ലറ സാധനങ്ങൾ മേടിച്ചുകൊണ്ടാണ് കേട്ടോ കയറിയത്. അപ്പൊ നമ്മൾ ഈ ഓട്ടിപ്പിടിച്ച് ഗുരുവായൂർ പോകുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുക്കന്റെ ചോറൂണാണ്. അവിടെ നേരെ വെളുത്തപ്പോഴത്തേക്ക് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു പിടിയില്ലാത്ത സ്ഥലമായത് തന്നെ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. അവരെന്നെ ഏതോ കുതാമിൽ കൊണ്ടിറക്കിയതുകൊണ്ട് തന്നെ എവിടെ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് എന്നപ്പോഴാണ് ഒരു ഓട്ടോ ചേട്ടൻ എടുത്താന്ന് ചോദിച്ചത്, മോളെ എവിടാ പോകണ്ടേ? ഇതൊന്നും നോക്കിയില്ല, അവിടെ ചാടി കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 9:30 ട്രെയിൻ അപ്പൂസും അച്ചൂച്ചും കൊച്ചുകൂടി ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നു. ഞാനൊരു ലേശം നേരത്തെ എന്നുകൊണ്ടായിരുന്നു നമ്മൾ വെയിറ്റിംഗ് റൂമിൽ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിശപ്പ് മാറ്റാനായിട്ട് നമ്മളൊരു കാപ്പിയും പിന്നെ ഞാൻ റൂമിൽ നിന്ന് ബ്രെഡ് ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും അച്ചൂച്ചൊക്കെ ട്രെയിൻ ലേറ്റ് ആയെന്ന് പറഞ്ഞ വിളി വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ചാവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ബുബുവിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. അവസാനം അവർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മാസമായി ഇവനെ കണ്ടിട്ട്. അപ്പോഴത്തേക്ക് അവൻ വലിയ ചെക്കനായിട്ടുണ്ടായിരുന്നു. എന്റെ ഇവനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും പിന്നെ ഞാൻ ഇവനെ എടുക്കാൻ കൊടുക്കില്ല. ചെക്കനാണെങ്കിൽ ആ സമയം കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലുള്ള എല്ലാവരും ചിരിച്ച് വീഴ്ത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഗുരുവായൂരിലോട്ടുള്ള ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ യാത്ര ചെയ്തുകൊണ്ട് അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം. ഇതിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ഇന്നത്തെ പ്രസംഗം ഇവിടെ നിർത്തുന്നു. അപ്പോൾ ശരി, ബൈ ഗൈസ്.